അങ്ങനെ ഉണ്ടായിട്ട് അവസാനം തിലകൻ ചേട്ടനെ മാറ്റാൻ തീരുമാനിക്കുന്നു. നെടുമുടി വേണു വരുന്നു. അതിൻ്റെ പിന്നിലുണ്ടായ സംഭവം ഉണ്ടായ സംഭവങ്ങളാണ് ഇതൊരു നായർ ലോബിയാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മോഹൻലാലാണ് എന്നെ മാറ്റാൻ കാരണം, ഒരു പ്രചരണം വന്നു ആലോചിക്കണം. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, മലയാള സിനിമയുടെ ലിസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി. കാരണം തിലകൻ അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റ് എടുത്തപ്പോൾ ഭൂരിഭാഗം സിനിമകളും നിർമ്മിച്ചിരിക്കുന്നത് നായർ സമുദായത്തിൽപ്പെട്ട പ്രൊഡ്യൂസർമാരാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ തിലകൻ ചേട്ടൻ അതിൽ അഭിനയിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ തനിക്ക് റോള് കുറയുമ്പോൾ കുറ്റപ്പെടുത്തുക, ജാതി മതത്തെ കൂട്ടുപിടിക്കുന്ന ഒരു തന്ത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രചരണം വന്നു. അങ്ങനെ ഒരു തിരുവനന്തപുരം ജില്ല വന്നു, തിരുവനന്തപുരം നായർ ലോബികൾ വന്നു. ഇങ്ങനെ ഈ പ്രചരണം സത്യസന്ധമായി അല്ലാത്തൊരു കാരണം പ്രചരിപ്പിച്ച് അത് ജാതിയുടെ പേരിൽ തന്നെ ഉണ്ടായി എന്ന് ആലോചിക്കണം. ഇത് സിനിമയിൽ അനാരോഗ്യമായൊരു പ്രവർത്തനമാണെന്ന് ആലോചിക്കണം. മാത്രമല്ല, അക്കൂട്ടത്തിൽ എൻ്റെ പേരും കൂടി വലിച്ചിഴക്കപ്പെട്ടു എന്നുള്ളതാണ്. എൻ്റെ പേര് ഞാനിപ്പോഴും പറയുന്നു, ഞാനിപ്പോഴും സത്യസന്ധം പറയുന്നു. കാരണം രണ്ടുപേരും നല്ല നടന്മാരാണ്. ആ റോളിൽ നിങ്ങൾ ഈ സൈനസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ റോളിൽ തിലകനാണോ നമ്മുടെ നെടുമുടിയാണോ ആപ്റ്റ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സത്യസന്ധമായിട്ട്. അവിടെ ജാതി പരിഗണന പാടില്ല, രാഷ്ട്രീയ പരിഗണന പാടില്ല എന്ന് ആലോചിക്കണം.